Hello, I'm Caspro, the lucky mascot of Curry and Spices RanjusOwn. Keep watching. പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ 1 കപ്പാണ് ആവശ്യം. ഞാൻ ഇതേപോലെ ടിന്നിലുള്ള പൈനാപ്പിളാണ് മേടിച്ചത്. അപ്പോൾ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പം അത് 1 കപ്പ് ചെറുതായിട്ട് ഇപ്പം ഇങ്ങനെ റൗണ്ട് ആയിട്ടൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരിക. അത് ഓരോ ഏതാണ് കമ്പനി എന്ന് വെച്ചാൽ അതേപോലെ എങ്ങനെയാണെങ്കിലും അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ട് അത് ഒരു 1/2 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതങ്ങനെ മാറ്റി വെക്കാം. പിന്നെ ക്രീം 1 കപ്പ് ക്രീമാണ്. അത് 240 ml ഗ്ലാസിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇപ്പോൾ എല്ലാം ഇപ്പം പൈനാപ്പിൾ ആണെങ്കിലും 240 ml ഗ്ലാസിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പം 1 കപ്പ് ക്രീം. അപ്പം ക്രീമിന് പകരം നിങ്ങൾക്ക് ഒരു വലിയൊരു മുട്ട എടുക്കാം. ക്രീം ഇതേപോലെ നമുക്ക് പല കമ്പനിയുടെയും ക്രീം കിട്ടും. ആ ക്രീം യൂസ് ചെയ്യുക. പിന്നെ പൗഡേർഡ് ഷുഗർ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്. പിന്നെ ബട്ടർ 1/4 കപ്പ്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 50 ഗ്രാം 60 ഗ്രാമോളം വേണ്ടി വരും. ബട്ടർ എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം അതേപോലെയല്ലേ, കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തണുത്ത ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരില്ല നമ്മുടെ മിക്സ്ചർ. അപ്പം എപ്പോഴും ബട്ടർ എടുക്കുമ്പോൾ അത് കുറച്ച് നേരം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ മാറി ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം പുഡിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് വെക്കാനുള്ളതാണ്. അത് നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബിസ്ക്കറ്റിൻ്റെ എണ്ണവും കൂടെ പറയാനായിട്ട്. പിന്നെ ചെറിയ ചൂടുള്ള പാല് ഒരു 1/4 കപ്പ്. നമ്മൾ ബിസ്ക്കറ്റ് ഒന്ന് ലാസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയിട്ട് വെക്കാനായിട്ടുള്ള അത്രയും പാല്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിൽ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഡ്രീംസ് ഉണ്ടാക്കാം. ഇതിപ്പം ഞാൻ കാണിക്കുന്നത് ഒരു ഫാമിലിക്കല്ല, ഒരു 4-5 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഇനി ഫസ്റ്റ് നമ്മളുടെ ബട്ടറും പിന്നെ പൗഡേർഡ് ഷുഗറും ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പൗഡേർഡ് ഷുഗർ നമ്മൾ യൂസ് ചെയ്യുന്നത് അവരവരുടെ മധുരം അനുസരിച്ച്. അപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് 1 കപ്പ് പഞ്ചസാര വരെ യൂസ് ചെയ്യാം. നന്നായിട്ട് നമ്മളുടെ ബട്ടറും പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സായി. അപ്പം ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇടാം. ഇപ്പോൾ ക്രീമിന് പകരമായിട്ട് നിങ്ങൾ മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും രണ്ടും സെപ്പറേറ്റ്. ഇപ്പം ആദ്യം മഞ്ഞ ഇടുക, എന്നിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. വെള്ള സെപ്പറേറ്റ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. അല്ലാതെ രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തു. നമ്മളുടെ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വരണമെങ്കിൽ ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരണം. നമ്മളുടെ ക്രീമൊക്കെ ഫ്ലഫി ആവുന്ന പോലെ ആവില്ല, എന്നാലും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്തും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ബാറ്റർ ആവും. ഇനി ഇതിലേക്ക് നമ്മളുടെ പൈനാപ്പിൾ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ പുഡിംഗ് ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബട്ടർ ഒന്ന് അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലിൽ ബിസ്ക്കറ്റ് മുക്കി ഫസ്റ്റ് ലെയർ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്തു. ഇനിയും സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ഈ പൈനാപ്പിൾ മിക്സ്ചർ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനിയും ഇതേപോലെ അടുത്ത ലെയർ ബിസ്ക്കറ്റ്. ഇപ്പം ഏറ്റവും ടോപ്പ് ലെയർ എപ്പോഴും പൈനാപ്പിൾ ആയിരിക്കണം, പൈനാപ്പിൾ മിക്സ്ചർ ആയിരിക്കണം.
അപ്പം നമ്മളുടെ പൈനാപ്പിൾ ഡ്രീംസ് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാം ലെയറായിട്ട് എല്ലാം വെച്ചു. എങ്ങനെ വേണമെങ്കിലും ഇത് അടച്ചു വെക്കാം. അപ്പം സിൽവർ ഫോയിൽ വെച്ചിട്ട് വേണമെങ്കിലും ഒക്കെ അടച്ചു വെക്കാം. എന്നിട്ട് ഇതൊരു 2 to 3 hours മിനിമം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. പൈനാപ്പിൾ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയും അത് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗാർണിഷ് ഒന്ന് റെഡിയാക്കണ്ടേ. അതിനായിട്ട് കുറച്ച് കാരമലൈസ്ഡ് കാഷ്നട്ട് ഉണ്ടാക്കാം. വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിപ്പം ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര, അതേപോലെ തന്നെ 1/2 കപ്പ് കാഷ്നട്ട്. ഇതിപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. 1 മാസത്തോളം കേടാവാതെ ഇരുന്നോളും. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാം. അതല്ലെങ്കിൽ ഇപ്പം കാരമലൈസ്ഡ് കാഷ്യൂ ഇങ്ങനെ നമ്മളുടെ ക്യാൻഡിയൊക്കെ പോലെ തന്നെ കഴിക്കാനും പറ്റും. ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് പഞ്ചസാര, ഷുഗർ സിറപ്പ് ഉണ്ടാക്കണ പോലെ തന്നെ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. അപ്പം നമ്മൾ പഞ്ചസാര ഇപ്പം മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് അലിയിക്കാനായിട്ട്. അപ്പം അലിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങോട്ട് ലോ ആക്കണം. ഒന്ന് എല്ലാം കട്ടയൊക്കെ മാറി ഒന്ന് അലിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയി ഈ സമയത്ത് നമ്മളുടെ കാഷ്നട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കാഷ്യൂ ഒക്കെ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് കൂട്ടാവണം. ഇത് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ ആണെങ്കിലും മതി ഒന്ന് റെഡിയാക്കി വെക്കണം. ഈ ഷുഗർ സിറപ്പ് ഈ കാഷ്നട്ടിൽ മൊത്തം ഒന്ന് കോട്ടായി. ഇനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടെ തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് പെട്ടെന്ന് കട്ടിയാവുന്നതിന് മുമ്പ് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചൊന്ന് അതേപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി ഇതിപ്പം നമ്മൾ സ്പ്രെഡൊക്കെ ചെയ്ത് വെച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തണുത്തു. ഒരു 10 മിനിറ്റോളം വെച്ചപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പൊട്ടിക്കാം. അപ്പം ഇതേപോലെ ഇപ്പം നമ്മളുടെ പുഡിങ്ങിന് ഇതിൽ കുറച്ച് മതിയാവും, ഇത് മുഴുവനൊന്നും വേണ്ടി വരില്ല. അത് ഒരു ഹാമറോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ പൊട്ടിച്ച് ഇതിങ്ങനെ കഴിക്കാനും പിള്ളേർക്കൊക്കെ നല്ല ക്യാൻഡി പോലെ കഴിക്കാനും നല്ലതാണ്. ഇതേപോലെ പൊട്ടിച്ചിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ലോ. ഞാനിപ്പം പുഡിങ്ങിന് വേണ്ടത് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ പൊടിക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പം പുഡിങ്ങൊക്കെ സെറ്റായി. ഇനി ഇതിലേക്ക് മുമ്പേ പൊടിച്ചു വെച്ച കാരമലൈസ്ഡ് കാഷ്നട്ട് ഇല്ലേ, അതും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഏത് പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിലും അതിനകത്ത് കുറച്ച് മുകളിലൊന്ന് ഇതേപോലെ കാഷ്നട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ വരും. അപ്പം നമ്മളുടെ പൈനാപ്പിൾ പുഡിങ് അല്ലെങ്കിൽ പൈനാപ്പിൾ ഡ്രീംസ് ഇവിടെ റെഡി. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഡെസേർട്ടിന് ഒരു എന്താ പറയുക, ശരിക്കും ഒരു അടിപൊളി ഡെസേർട്ടാണിത്. ഇപ്പം പൈനാപ്പിളിന് പകരം നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്കൂപ്പ് ചെയ്തങ്ങോട്ട് എടുത്താൽ മതി.